അധ്യക്ഷൻ പാസ്റ്റർ തോമസ് കിടങ്ങാലിൽ ശേഷം സന്നിഹിതരായിരിക്കുന്ന ഏറ്റവും പ്രിയമുള്ള എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ വന്ദനം പറയുന്നു. ബഹുമാനപ്പെട്ട സ്റ്റീഫൻസൺ പാസ്റ്റർ ഞാൻ ഈ രാജ്യത്ത് വന്ന ആദ്യ ആഴ്ചകളിൽ തന്നെ എന്ന് പറഞ്ഞാൽ തെറ്റില്ല, ചിക്കാഗോയിൽ ചേർത്തിയുടെ ഭവനത്തിൽ പോയ സമയത്ത് ആദ്യമായി അദ്ദേഹത്തിൻ്റെ ഭവനം സന്ദർശിച്ചത് ഓർക്കുന്നു. അന്ന് മുതൽ ഒരു നല്ല ബഹുമാനപൂരിതമായ ഒരു സ്നേഹബന്ധം അദ്ദേഹമായിട്ടുണ്ട്. ചില മാസങ്ങൾക്ക് മുമ്പ് ചിക്കാഗോയിലായിരുന്നപ്പോൾ ആ ഭവനത്തിൽ പോകാനും അവരോടൊപ്പം പ്രാർത്ഥിപ്പാനും ദൈവം കൃപ ചെയ്തു. ഇവിടെ കേട്ട സാക്ഷ്യങ്ങളൊക്കെ ശരിയാണ്. അദ്ദേഹം ഒരു മിറക്കിളായിട്ടാണ് നിൽക്കുന്നത്. ഇനിയും കർത്താവ് തന്നെ ധന്യമായി അനുഗ്രഹിക്കട്ടെ. വിശേഷ കോൺഫറൻസിന് മുമ്പ് തൻ്റെ ആരോഗ്യത്തിന് അധികം വർധനവുണ്ടായി. അത് കോൺഫറൻസിന് ഒരു അനുഗ്രഹമാകട്ടെ. ആൻറ്റിയും കൂടി ഉണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ബ്രദർ സാമാത്യുവിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രസാദിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. മറ്റ് ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്ന എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ ന്യൂയോർക്കിലെ പ്രതിനിധികളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പാസ്റ്റർ PS മാത്യു അടക്കം, പ്രിയ പാസ്റ്റർ കിടങ്ങാലിനടക്കം എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്ന സഹോദരന്മാരുടെ ഇടയിൽ നേതൃത്വം നൽകുന്ന ഷിനു, ആഷ് ചേച്ചി, അവരൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രി മറ്റ് മുഖവരികളൊന്നും കൂടാതെ സഭകളുടെ പൊതുവായുള്ള ഒരു കൂട്ടായ്മയാണ്. ഒന്നിടപെട്ട വർഷങ്ങളാണ്. ഈ വർഷം ചിക്കാഗോയിൽ ഒത്തുചേരുമ്പോൾ അത് മറക്കാനാവാത്ത ഒരു ആത്മീക വിരുന്നായി മാറട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞാനും അതിൽ സംബന്ധിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തീമാണ് നാം തിരഞ്ഞെടുത്തിരിക്കുന്നത്. പൊതുവെ ആരൊക്കെ ഒരു വിഷയ സംബന്ധിയായിട്ട് സംസാരിക്കുമ്പോൾ ഒരു ഫോർമാലിറ്റികളുടെ ഒരു ഔപചാരികതയ്ക്ക് വേണ്ടി പറയാറുണ്ട്, കാലോചിതമായ ഒരു തീമാണ്, ഇന്ന് ആവശ്യമുള്ള തീമാണെന്നൊക്കെ. എന്നാൽ ഇന്ന് രാത്രി ഞാൻ അങ്ങനെയല്ല പറയുന്നത്. ശരിക്കും നമ്മുടെ ഇന്നത്തെ സമൂഹത്തെ വേണ്ട ഒരു തീമാണ്. നമ്മൾ മറ്റേത് കാലത്തെക്കാൾ അടക്കം ജനറേഷനെ കുറിച്ച് ചിന്തിച്ച് ഏറ്റവും ഭാരപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കർത്താവിന്റെ സഭ പോകുന്നത്. പ്രത്യേകിച്ച് അമേരിക്കയിലുള്ള സഭ. അമേരിക്കയിൽ ഉള്ള പെന്തക്കോസ്ത്, വിശേഷാൽ മലയാളി പെന്തക്കോസ്ത് സമൂഹത്തിന് എൻ്റെ അറിവനുസരിച്ച് കുറഞ്ഞതൊരു 65-ലധികം വർഷങ്ങളുടെ പരിചയമാണ്, മേ ബി മോർ. അതിനു മുമ്പ് വിരളയിലെണ്ണാവുന്ന മലയാളികളായവർ ഈ രാജ്യത്ത് കുടിയേറി പാർത്തിട്ടുണ്ട്. എന്നാൽ ഒരു 65-ലധികം വർഷങ്ങളായി നമ്മുടെ രാജ്യത്ത് നിന്ന് ഇവിടെ വന്ന് പാർത്ത് നല്ല നാളേക്ക് വേണ്ടി, നല്ല ജീവനത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് സഭകൾ സ്ഥാപിച്ച് ഇന്ന് വളരെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു സമൂഹമായി നാം മാറിയിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഞെരുക്കങ്ങൾ മാറി, നമ്മുടെ പ്രയാസങ്ങൾ മാറി. കൊച്ചു വീട്ടിൽ നിന്ന് വലിയ വീടുകൾ നമുക്ക് ലഭിച്ചു. ആ ഉന്തി തള്ളി സ്റ്റാർട്ടാക്കേണ്ട വണ്ടികൾ മാറി, ഓടിക്കാതെ തന്നെ ഓടുന്ന വണ്ടികളൊക്കെ നമുക്ക് കിട്ടാനിടയായി. നമ്മുടെ സാഹചര്യങ്ങളെല്ലാം മാറിയപ്പോൾ ഞാൻ ഭയത്തോടെ പറയുക, ഒരു വലിയ നഷ്ടം വന്നു. നമ്മുടെ തലമുറ കുറെ പുറകിലോട്ട് പോയ ഒരു വേദനാജനകമായ ഒരു സാഹചര്യത്തിലൂടെ ഒരു പാസ്റ്റർ എന്ന നിലയിലും ഒരു അപ്പൻ എന്ന നിലയിലും നിങ്ങളെ പലരെയും സാഹചര്യങ്ങൾ അറിയാവുന്ന ഒരാളെന്ന നിലയിലും ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുകയാണ്, നമ്മുടെ ഏറ്റവും വലിയൊരു ആവശ്യമാണ് ഈ തീം. ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് ദൈവകൃപ കൈമാറ്റം ചെയ്യേണ്ടതിന്റെ ഏറ്റവും വലിയ ആവശ്യകതയിൽ വന്നു നിൽക്കുന്ന ഒരു കാലമാണ്. അടുത്ത കോൺഫറൻസിൽ ഇതൊക്കെ വളരെ വ്യാപകമായി നമുക്ക് കേൾക്കാം. എങ്കിലും ഈ വിഷയത്തോടനുബന്ധമായി എനിക്ക് ദൈവം തന്ന നിയോഗം, പ്രിയ ബിനിച്ചാൻ ഭാഷ കിടങ്ങാലിൽ എനിക്ക് എത്ര സമയം തന്നിട്ടുണ്ടെന്ന് നിങ്ങൾ കേട്ടാൽ ഒരുപക്ഷെ നിങ്ങൾ ഇറങ്ങി പോകുമെന്നുള്ള പേടി ഉള്ളതുകൊണ്ട് ഞാൻ ആ സമയം വരുന്നില്ല. ഇഷ്ടംപോലെ സമയം തന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരു പരിമിതിയിലും ഒക്കെ നിന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാനിങ്ങനെ ചെറിയ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ ഒബ്സർവ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ UK കടന്നു പോവുകയാണ്, UK അല്ലാണ്ട് സ്ഥലങ്ങളിൽ പോവുകയാണ്, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ കടന്നു പോവുകയാണെങ്കിലൊക്കെ അവിടെയൊക്കെ കുടിയേറിയിരിക്കുന്ന നല്ല പങ്ക് ആൾക്കാരും ഗൾഫ് നാടുകളിൽ നിന്നൊക്കെ അങ്ങോട്ട് വന്നവരാണ്. അടുത്ത സ്റ്റോപ്പ് അതാണ്, അതിന്റെ അടുത്ത സ്റ്റോപ്പ് അമേരിക്ക. അങ്ങനെയാണ് അതിന്റെ ഒരു പോക്ക്. ആ സ്ഥലങ്ങളിലൊക്കെ
നമ്മുടെ കുടുംബങ്ങളൊന്നും വീടുകളൊക്കെ വാങ്ങാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. നല്ല പങ്ക് സഭകൾക്ക് സ്വന്തമായി കെട്ടിടങ്ങളില്ല. എന്നാൽ എന്നെ വളരെ ആകർഷിച്ച ഒരു സംഗതി, അവരുടെ കുഞ്ഞുങ്ങളെല്ലാം ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കുന്നവരാണ്. ഓ, അപ്പനെ അമ്മയെ അനുസരിക്കുകയും ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കുകയും. ഇതുപോലെ ഒരു കൂട്ടായ്മ കഴിഞ്ഞൊരു ഓൾട്ടർ കോൾ നടത്തിയാൽ ആ കുഞ്ഞുങ്ങളെല്ലാം മുന്നിൽ വന്നും അവരെല്ലാവരും പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥിക്കുമ്പോൾ അനേക ആത്മശക്തി ഏറ്റെടുക്കുന്ന കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ വളരെ ആത്മഭാരത്തോടെ പറയുകയാണ്, ഒരു വലിയ പ്രസംഗം പൂർത്തീകരിക്കാൻ പറ്റിയില്ലെങ്കിലും ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളോട് ഞാൻ വളരെ ആത്മാർത്ഥതയോടെ പറയുകയാണ്, വേറൊന്നും നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി നീക്കിവെക്കാൻ കഴിയില്ലെങ്കിലും ഈ വിശ്വാസത്തിന്റെ കൈമാറ്റം നടത്താൻ, ദൈവകൃപ പങ്കുവയ്ക്കാൻ, നമ്മുടെ കണ്ണിന് മുമ്പിൽ നമ്മുടെ കണ്ണടയുന്നതിന് മുമ്പ് ഞാനും ഈ ദൈവത്തെ സേവിക്കുമെന്ന് സധൈര്യം പറയുന്ന ഒരു ജനറേഷൻ ഉണ്ടാകാൻ വേണം നാം പ്രാർത്ഥിക്കാൻ. അല്ലെങ്കിൽ നാം വലിയ നഷ്ടം വന്നവരായി തീരും. വാക്യങ്ങൾ 1-2 നമുക്ക് വായിക്കാം. സങ്കീർത്തനങ്ങൾ 78-3 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ വാക്യം വായിക്കുന്നവരൊക്കെ കാണുന്നുണ്ട്, ബൈബിൾ ഉണ്ടോ എന്നറിയില്ലുണ്ടെങ്കിൽ. സങ്കീർത്തനങ്ങൾ 78-3 മുതൽ 7, Psalms 78:3-7. സങ്കീർത്തനങ്ങൾ 145-4, 145 and verse 5. സങ്കീർത്തനം 145-4 കൂടെ ഒന്ന് ചേർത്ത് വായിക്കും. ജനറേഷൻ വിശേഷാൽ പഴയ നിയമത്തിൽ വളരെ പ്രസക്തിയുള്ള ഒരു പദപ്രയോഗമാണ്. പഴയ നിയമത്തിലെ ദൈവം കവനന്റൽ ഗോഡാണ്, ഉടമ്പടികളുടെ ദൈവമാണ്. ആദമ്യ ഉടമ്പടി മുതൽ ഡേവിഡിക് കവനന്റ് വരെ കവനന്റുകളൊക്കെ നാം പഠിച്ച എല്ലാ ഉടമ്പടിയിലെയും ഉദാത്തമായ ഒരു വസ്തുത ജനറേഷനോടുള്ള ദൈവത്തിന്റെ ഉടമ്പടിയായിരുന്നു. അതിനുപയോഗിച്ചിട്ടുള്ള 2-3 പദപ്രയോഗങ്ങളുണ്ട്. വിഷയം പഠിക്കുമ്പോൾ അത് പ്രസക്തമാണ്. എബ്രായ പദത്തിൽ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പുരുഷന്റെ ജനനം മുതൽ അവനൊരു ആൺതലമുറ ഉണ്ടാകുന്നത് വരെയുള്ള കാലഘട്ടം, അതിനെയാണ് തിരുവചനത്തിൽ ഒരു ജനറേഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടി ആവർത്തിച്ചാൽ, ഒരു പുരുഷന്റെ ജനനം മുതൽ അവന്റെ രക്തത്തിൽ പിറക്കുന്ന ഒരു ആൺതലമുറ ഉണ്ടാകുന്ന കാലഘട്ടം വരെ പറയുന്ന ഒരു ടൈം പീരീഡ് ആണ് തിരുവചനത്തിൽ ജനറേഷൻ. അതുകൊണ്ട് തന്നെ തിരുവചനത്തിൽ ജനറേഷന്റെ ഒരു സ്പാൻ ഓഫ് ടൈം 40 years ആണ്. എന്നാൽ കുറച്ചുകൂടി ഡീപ്പറായ ഒരു മീനിങ് അതിനുണ്ട്. തിരുവചന ജനറേഷൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദപ്രയോഗം സീഡ് എന്നുള്ളതാണ്, വിത്ത് എന്നുള്ളതാണ്. എന്താണ് സീഡ് എന്ന പദം ഉപയോഗിക്കാൻ കാരണം? ഗ്രീക്കിലേക്ക് വരുമ്പോൾ സ്പേമേ ആണ് പദം. സ്പേമയിൽ നിന്ന് സ്പേം ഉണ്ടായത്, that which has the ability to produce. അപ്പൊ പഴയ നിയമത്തിൽ സീഡ് എന്നാ പറയുന്നത്. ദൈവം ഒരുവനെ അനുഗ്രഹിക്കുമ്പോ ആ അനുഗ്രഹത്തിന് ഒരു സീഡ് ഉണ്ടാകുമേ, നിന്നിൽ നിന്ന് ഒരു ജനനം ഉണ്ടാകും. ആ സീഡ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. It is embedded in the very fact that in the generational blessing, ദൈവം ഒരിക്കലും ഒരു പോസ്റ്റെറിറ്റിയെ, ഒരു സീഡിനെ മറന്ന് ഒരു അനുഗ്രഹം കൊടുത്തിട്ടില്ല. നിന്റെ മേൽ വരുന്ന അനുഗ്രഹം നിനക്ക് മാത്രമല്ല,
നിന്റെ മേൽ വരുന്ന അനുഗ്രഹം തലമുറ തലമുറയായി നിൽക്കേണ്ട അനുഗ്രഹമാണ്. ഏത് അനുഗ്രഹം പഠിച്ചാൽ so the seed or posterity എന്ന കൺസെപ്റ്റ് തിരുവചനത്തിലെ എല്ലാ ദൈവിക ഉടമ്പടികളിലും ദൈവിക അനുഗ്രഹങ്ങളിലുമുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ട് എബ്രായ പദങ്ങൾ വളരെ പ്രസക്തമാണ്. ഒന്ന് ഞാൻ പറഞ്ഞ ഡോർ എന്നൊരു പദമാണ്. അത് ജനറേഷനെ കാണിക്കുന്നതാണ്. ഒരു ടൈം ഗ്യാപ്പ്, ഒരു 40 years, എ ജനറേഷൻ. അങ്ങനെ നമുക്കറിയാം ആദമിന്റെ കാലം മുതൽ ഒടുവിൽ സോളമന്റെ ടെമ്പിൾ പണിയുന്നത് വരെയുള്ള ജനറേഷന്റെ കണക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ മക്കളെ പോലെ കൃത്യമായി ഡേറ്റും പേര് സമയവും എല്ലാം എഴുതി വെച്ച വേറൊരു സമൂഹം ഒരിക്കലും ഉണ്ടായിട്ടില്ല. എല്ലാ പേരുകളും എഴുതി വെച്ചിട്ടുണ്ട്. വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര രസം തോന്നും. ഇവൻ ഇവനെ ജനിപ്പിച്ചു, ഇവൻ ഇവനെ ജനിപ്പിച്ചു. അതിലെന്ത് ആഴമെന്ത് അർത്ഥമെന്തെന്ന് ആരെങ്കിലും കരുതിയാൽ ഒറ്റ മറുപടി അതിനുള്ളൂ. സ്വർഗത്തിലെ ദൈവത്തിന് ഓരോരുത്തരെയും കുറിച്ച് പദ്ധതിയുണ്ട്. ഒരു പേരും അവൻ തിരുവചനത്തെ വിട്ടിട്ടില്ല. എന്നാൽ വേറൊരു പദം കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയ ഒരു പദമാണ് TOLDAH. അതാണ് ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്താൽ ഹീബ്രു വേർഡ്. ആ പദത്തിന്റെ ടോലീജ എന്ന എബ്രായ പദത്തിന്റെ അർത്ഥം a generation or a descent that is born out of you. നിന്നിൽ നിന്ന് ജനിക്കുന്ന ഒരു തലമുറ. അതുകൊണ്ടാണ് അബ്രഹാമിന് ഒരു വാഗ്ദത്തം കൊടുത്തപ്പോ അബ്രഹാമിനോട് പറഞ്ഞത്, നിനക്ക് എത്ര പ്രായമുണ്ടെങ്കിലും, നീ എത്ര ബലഹീനനാണെങ്കിലും, നിന്റെ ഭാര്യ സാറയുടെ ഗർഭപാത്രം എത്ര നിർജീവത്വമാണെങ്കിലും, നിന്റെ വീട്ടിൽ ജനിച്ച, നിന്റെ വീട്ടിലുള്ള ഒരു ദാസൻ അവകാശിയാകാൻ പറ്റുന്നില്ല. ദൈവത്തിന്റെ മഹാ അനുഗ്രഹത്താൽ നിന്നിൽ നിന്ന് ജനിക്കുന്ന ഒരു സീഡേ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടത്തുള്ളൂ. That is very important. അപ്പോൾ ഇതാണ് ഈ വിഷയത്തിന്റെ ഒരു പശ്ചാത്തലമെങ്കിൽ കഥാദാസന്മാർ പ്രാർത്ഥനാപൂർവം തിരഞ്ഞെടുത്ത ഈ തീമിന്റെ ഒരു പ്രസക്തി ജനറേഷൻ ടു ജനറേഷൻ. ചേർന്ന് പറഞ്ഞാട്ടെ, തലമുറ തലമുറയോളം. ആ വാക്കിന്റെ അർത്ഥം എന്താ? ആ വാക്കിന്റെ അർത്ഥം, it is expected that there would be a spiritual continuity, ഒരു ആത്മീക തുടർച്ച. ആമേൻ. I want to repeat, a spiritual continuity. ഞാൻ ഇടയ്ക്കൊക്കെ ഈ സഭയിലെ പലരും ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ ഇടയ്ക്കൊക്കെ പറയാറുണ്ട്, ഞാൻ ഇനി എത്ര കാലം ചർച്ച മിനിസ്റ്റർ ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ല. നമ്മുടെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അത്യാവശ്യം ഓടാനൊക്കെ പറ്റിയ ഒരു പ്രായത്തിലെ പാസ്റ്റാക്കത്തുള്ളൂ. നിങ്ങളൊക്കെ ഇവിടെ ചർച്ചിന് അഡ്വർടൈസ്മെന്റ് കൊടുത്താൽ അതിനകത്തൊരു പ്രായം എഴുതി വെക്കാറുണ്ട്. 40-നും ഇതിനും ഇടയ്ക്ക് പ്രായമുള്ള ഒരാള്, ഇത്രയും വർഷത്തെ പരിചയമുള്ള ആള്, ഈ ഭാഷയൊക്കെ അറിയാം എന്നൊക്കെ പറഞ്ഞ പരിപാടികൾ പലതുണ്ട്. ഞാൻ അവിടേക്ക് പോകുന്നില്ല. അപ്പൊ അതിനൊക്കെ ഒരു ടൈം ഗ്യാപ്പും പരിപാടിയൊക്കെ ഉണ്ട്. എന്നാൽ ഞാൻ എന്നെയും എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന നല്ല സമൂഹത്തെ ഒക്കെ നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാ, ഒരു 20 വർഷം കഴിയുമ്പോൾ ഇതുപോലൊരു സമയം ഉണ്ടാകുമോ? സത്യസന്ധമായിട്ട് എൻ്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് പറ. നമുക്ക് പറയാൻ പറ്റുമോ, നാം ഇരിക്കുന്നിടത്ത് നമ്മെ പോലെ ഒരു ജനറേഷൻ ഇരുന്ന് നാം ചേർത്ത് വെക്കുന്ന ഈ ബൈബിൾ മാറോട് ചേർത്ത് ഇതുപോലെ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്ന ഒരു തലമുറ ഉണ്ടാകുമെന്ന് സത്യസന്ധമായിട്ട് പറയാൻ പറ്റുമോ? ഇല്ല എങ്കിൽ ഇന്ന് രാത്രി ഈ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ആത്മവാഞ്ച, നമ്മുടെ ദാഹം ഇതായിരിക്കണം. കർത്താവേ, എന്റെ കയ്യിലുള്ള കാശിന് $10 കുറവ് വന്നാലോ ഒന്ന് ഞങ്ങൾ ഇന്ന് രാത്രി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തെ സേവിക്കുന്ന ഒരു തലമുറ ഞങ്ങളുടെ മധ്യത്തിൽ നിന്ന് എഴുന്നേൽക്കണം. So from the very beginning ദൈവത്തിന്റെ പദ്ധതി ഒരു തലമുറ കഴിഞ്ഞാൽ അടുത്ത തലമുറ ദൈവത്തെ സേവിക്കുമെന്ന 3 കാര്യങ്ങൾ തൊട്ടിട്ട് ഞാൻ നിർത്താം. The first generation. ആ ജനറേഷനെ പറ്റി പറയുമ്പോ God's expectation of a generation is that you would walk in obedience. നാം അനുസരണത്തിൽ നടക്കുക എന്നതാണ് ജനറേഷണൽ കോണ്ടിന്യൂറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഞാൻ ആവർത്തിക്കുന്നു, നാം അനുസരണത്തിൽ നടക്കുക എന്നതാണ്
സ്പിരിച്വൽ ലെഗസിയുടെ, ജനറേഷണൽ കണ്ടിന്യൂറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ചരിത്രം മുഴുവനും പറയാനൊന്നും സമയമില്ലല്ലോ. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം മാത്രം എടുക്കുകയാണ്. നമുക്കത് ഉൽപ്പത്തി 1, 2, 3, 4, 5 ഒക്കെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ ക്രിയേഷൻ ഉണ്ട് അവിടെ, ഫോൾ ഉണ്ട് അവിടെ, ടോട്ടൽ ഡിപ്രാവിറ്റി ഉണ്ട് അവിടെ, അതെല്ലാം ഉണ്ട്. ആ ചെറിയ കുടുംബത്തിൽ, ആദം ഹവ്വ അടങ്ങുന്ന ആ ചെറിയ കുടുംബത്തിൽ 2 കുഞ്ഞുങ്ങൾ ജനിച്ചപ്പോൾ ഒരുവൻ ദൈവത്തെ ആരാധിച്ചു, ഒരുവൻ റിബലായി പോയി. മനസ്സിലായോ? ആ ഒരു കൊച്ചു വീട്ടിൽ, ആ ഒരു ചെറിയ വീട്ടിൽ ഒരുവൻ ദൈവം പ്രതീക്ഷിക്കുന്ന ആരാധന അർപ്പിച്ചപ്പോൾ തമ്പുരാൻ അവനെ പറ്റി പറയുകയാണ്, യഹോവയായ ദൈവം ഹാബേലിലും അവന്റെ യാഗത്തിനും പ്രസാദിച്ചു. എന്നാൽ കയീനോടോ അവന്റെ യാഗത്തോടോ ദൈവത്തിന് പ്രസാദം തോന്നിയില്ല. മറ്റൊരു വിധത്തിൽ പറഞ്ഞ ഫ്രം ദ വെരി ബിഗിനിങ് 2 സ്ട്രീം വഴിതിരിയുകയാണ്. ഒന്ന് ദൈവത്തെ ഭയപ്പെടുന്ന ഒരു സ്ട്രീം, ദൈവത്തിന്റെ പിന്നാലെ നടക്കുന്ന ഒരു സ്ട്രീം, ദൈവത്തെ ആരാധിക്കാൻ ആഗ്രഹമുള്ള ഒരു സ്ട്രീം, 2 റിബല്യസ് ആയ ഒരു സ്ട്രീം. അങ്ങനെ നാം 5-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ആദമിനെയും കയീനെയും ഒക്കെ ചേർത്താൽ ദൈവത്തെ അനുസരിക്കാൻ വിസമ്മതിച്ച ഒരു ജനറേഷൻ കഴിഞ്ഞാൽ വേറൊരു ജനറേഷൻ അവിടെ വായിച്ചാൽ എല്ലാം അവിടെ ഉണ്ട്. സെക്ഷൽ പെർവേർഷൻ അവിടെ ഉണ്ട്. നാം 5-ാം അധ്യായം വായിച്ചാൽ മോഡേണിസം അവിടെ ഉണ്ട്. 5-ാം അധ്യായം വായിച്ചാൽ റിബല്യൻ അവിടെ ഉണ്ട്, വിഗ്രഹാരാധന അവിടെ ഉണ്ട്, കുലപാതകം അവിടെ ഉണ്ട്, ഹേറ്റ്രഡ് അവിടെ ഉണ്ട്, ഡിവിഷൻ അവിടെ ഉണ്ട്. ഇത് മുഴുവനും നടക്കുന്നുണ്ട് ആദ്യ അധ്യായങ്ങളിൽ. എന്നാൽ 5-ാം അധ്യായം നമുക്കൊരു പ്രതീക്ഷ തരികയാണ്. ഒരു വലിയ സ്ട്രീം ഓഫ് പീപ്പിൾ ദൈവത്തെ മറന്ന് നിരസിച്ച് യാത്ര ചെയ്യുമ്പോ വേറെ കുറെ പേരുടെ പേരവിടെ എഴുതിയിട്ട് വെക്ക. അതിന്റെ ഇടയിലും ദൈവത്തിന്റെ കൂടെ നടക്കാൻ ചിലരുണ്ടായിരുന്നു. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു എന്ന തിരുവചനം പറയുന്നത്. Then he began to walk with God. ദൈവമുള്ള റെവലേഷൻ കൊടുക്കാനിടയായി. യൂദ 14-15 ചേർത്ത് പഠിച്ചാൽ അവന്റെ ജനറേഷനിൽ അവൻ മുൻകൂട്ടി കണ്ട് പ്രവചിച്ചവനായിരുന്നു. ഇന്ന് രാത്രി പ്രിയരെ, ഇതൊരു വലിയ തീമാറ്റിക് സെർമൺ ആക്കാനല്ല. എന്റെ മുമ്പിൽ വന്നിനി കഴിഞ്ഞ ഒരാഴ്ച ഈ സഭയിൽ ഉപവാസ പ്രാർത്ഥന നടക്കുകയായിരുന്നു. ആ ആത്മനിയോഗം ഏറ്റെടുത്ത് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുകയാണ്, ഈ രാത്രി നെഗറ്റിവിറ്റി നമ്മുടെ ശിരസിൽ നിന്ന് കളയാ. തകർന്നു തീർന്നു പോയി, ഇനി ഒരു പ്രതീക്ഷയില്ല എന്ന ചിന്ത മാറ്റിയിട്ട് പറയില്ല. ഇതിന്റെ നടുക്ക് നിന്നും ദൈവത്തിന്റെ കൂടെ നടക്കുന്ന, ദൈവത്തിന്റെ പിന്നാലെ യാത്ര ചെയ്യുന്ന, ദൈവത്തെ ഭയപ്പെടുന്ന ഒരു ജനറേഷൻ എഴുന്നേൽക്കും. സ്തോത്രം. 2-3 പേരുകൾ അവിടെ ഉണ്ട്. In chapter 5 it says, and he died, and he died, and he died. ജനിച്ചവർ മരിച്ചു, മരിച്ചു, മരിച്ചു. അതിനിടയ്ക്ക് സ്വർഗത്തിലെ ദൈവത്തെ സിംബോളിക് റെലവൻസ് ഒരുവന്റെ പേര് അവിടെ എഴുതി ചേർക്കുകയാ. ഹാനോക്ക് എന്ന ഒരുവൻ. എല്ലാവരും ജനിച്ച് പർപ്പസ്ലെസ്ലി മരിച്ചു പോയപ്പോ, ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാതെ മരിച്ചു പോയപ്പോ ഒരുവനെ പറ്റി പറയാം, അവൻ മരിച്ചില്ല. അവൻ ദൈവത്തോട് കൂടെ നടന്നതുകൊണ്ട് മരണമുള്ള ഒരു ലോകത്ത് ഹല്ലേലൂയ അവൻ ജീവിക്കാനിടയായി. അത് റെസറക്ഷൻ പവറാണ്. ചുറ്റും മരണമുള്ള ഈ വല്ലാത്ത ലോകത്ത് ദൈവത്തെ സേവിക്കുന്ന ഒരു ജനറേഷൻ നിത്യജീവൻ കണ്ടെത്തിയവരാണ്. അതാണ് ദൈവത്തെ ഒബേ ചെയ്ത ഒരു ജനറേഷൻ. അതേ അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന 2-3 പ്രധാനപ്പെട്ട ചിന്തയുണ്ട്. അവരെയൊക്കെ ദൈവത്തെ സേവിക്കാൻ പ്രേരിപ്പിച്ചത് എന്താണ്? ബഹുമാനപ്പെട്ട സ്റ്റീഫൻ പാസ്റ്ററെ പോലെയൊക്കെ ഞാൻ ഉപദേശിമാരുടെ തലമുറയിൽ ജനിച്ച ഒരാളാണ്. ഞാൻ വളരെ സത്യസന്ധമായി നിങ്ങളുടെ മുന്നിൽ പറയുകയാണ്. എൻ്റെ വല്യപ്പൻ ഒരു പാസ്റ്ററായിരുന്നു, നിത്യതയിലാണ്. എൻ്റെ അപ്പൻ ഇപ്പോഴും കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരു പാസ്റ്ററാണ്. എനിക്ക് കർത്താവ് ഈ ഭാഗ്യം തന്നു. ഇനി ഒരാൾ ഈ വചനം എടുക്കുമോ എന്ന് എന്നോട് ചോദിച്ചാൽ ഇന്ന് രാത്രി എനിക്ക് ശരിക്കും ഒരു ഉത്തരം പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. നമ്മളൊക്കെ അങ്ങനെ വന്നവരല്ലേ? ഹല്ലേലൂയ. എന്നാൽ ഇവരെയൊക്കെ ദൈവത്തെ സേവിക്കാൻ ഭയപ്പെടുത്തിയ ഒരു കാര്യം എന്നാണെന്ന് അറിയാമോ? അതിനുശേഷം ഒരു ജനനം നടക്കുന്നുണ്ട്. ഹാനോക്കിന് 65 വയസ്സായപ്പോഴാണ് അവൻ ദൈവത്തിന്റെ കൂടെ നടന്നത്. അത്രയും നാൾ അവൻ എന്താ ചെയ്യുകയെന്നൊന്നും അറിയില്ല. ഒരു ചെറുക്കൻ അന്നേരം ജനിച്ചത്. അവന്റെ ഒരു മെതുശലേം എന്ന. പലരും ആത്മീയരാകുന്ന മക്കളുണ്ടാകുമ്പോഴാണ്.
സ്വതന്ത്രം. പിള്ളേരെ വളർത്താൻ തുടങ്ങുമ്പോൾ പലരും ആത്മീയരാകുന്നത്. എനിവേ അവൻ മെതുശലം ജനിച്ചു. ആ മെതുശലം എന്ന പ്രയോഗത്തിന്റെ അർത്ഥം തന്നെ when he dies there will be a flood എന്ന. മെതുശലേ എന്ന ഹീബ്രു പദത്തിൽ when he dies there will be a flood. നമ്മളൊക്കെ നമ്മുടെ മക്കളെ ഓരോ പേര് വിളിക്കത്തില്ലേ? പക്ഷെ മെതുശലമിനെ പേര് വിളിക്കുമ്പോ ഒരു വാണിംഗ വരുന്നത്, ഒരു വാണിംഗ വരുന്നത്. അവന് ശേഷം ഒരു പ്രളയമാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ God is going to judge the world. ഈ ഭയമാണ് ദൈവ വഴിയിൽ നടക്കാൻ അവരെ പ്രേരിപ്പിച്ചത്. ദൈവവചനം തരുന്ന ഭയമാണ് ദൈവ വഴിയിൽ നടക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. ഈ ലോകമല്ല നമ്മുടെ വാസസ്ഥലം. നമുക്കൊരു നിത്യതയുണ്ടെന്നും നമുക്ക് പോകാൻ ഒരു ഇടമുണ്ടെന്നും ഒക്കെ ഈ തിരുവചനം നമുക്ക് തരുന്ന ധൈര്യമാണ് ഇന്ന് രാത്രി ദൈവത്തെ അനുസരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. അവിടെയാണ് നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ ഓർത്തു പോകുന്നത്. ആമേൻ. 2 ആഴ്ച മുമ്പ് ഞാനിവിടെ പറഞ്ഞു, ഞാൻ ഈ അമേരിക്കയിൽ വന്ന് സ്റ്റീവൻസൺ പാസ്റ്ററെ, ഞാനിവിടെ വന്ന് 1 കൊല്ലം കൂടെ കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ ഇലക്ട്രിസിറ്റി കിട്ടിയത്. അതുവരെ മണ്ണെണ്ണ വിളക്കിന്റെ അഡ്ജസ്റ്റ്മെന്റിൽ ജീവിച്ചവരാണ് ഞങ്ങള്. അല്ലാതെ അത് കൂടുതലൊന്നും പറയാനൊന്നും. ഇന്നിപ്പോ ഒരു വൃത്തിയുള്ളതൊക്കെ ഇടുന്നത് ദൈവത്തിന്റെ ഒരു കരുണയാ. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല തുടക്കം. പക്ഷേ ഒരു നല്ല ഓർമ്മ എനിക്കുണ്ട്. എല്ലാ ദിവസവും പ്രാർത്ഥന ഉണ്ടായിരുന്ന വീട്, നല്ല കാത്തിരിപ്പ് യോഗം ഉണ്ടായിരുന്ന വീട്, ഭൂതങ്ങളെ ഇറങ്ങിപ്പോകുന്നത് കണ്ടിട്ടുള്ള അതിന്റെ ആത്മീയ കൂട്ടായ്മകൾ, ജീവിതങ്ങളെ വിവേചിക്കുന്ന ആത്മപകർച്ച, ഇതൊക്കെയല്ലേ അടുത്ത ഒരു തലമുറയിൽ ദൈവത്തെ സേവിക്കാൻ പ്രേരകമായത്. ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്ന മാതാപിതാക്കളോട് ദൈവാത്മാവിനെ വെല്ലുവിളി ഉയർത്തി പറയുക, നീ നീതിയോടെ ദൈവത്തെ സേവിച്ച നിന്റെ പിന്നാലെ ഒരു തലമുറ ഈ ദൈവത്തെ സേവിക്കാൻ ഉണ്ടാകും. നീ ദൈവത്തെ ഭയപ്പെടുന്നവരാണെങ്കിൽ, നീ ദൈവത്തിന് പ്രാമുഖ്യം നൽകുന്നവരാണെങ്കിൽ, നീ ദൈവത്തെ ഉയർത്തുന്നവരാണെങ്കിൽ, നിനക്ക് ശേഷം ഒരു തലമുറ ദൈവത്തെ സേവിക്കാൻ ഉണ്ടാകും. 145 സംഘത്തിൽ വായിച്ച വാക്യത്തിന് ഒരു പവർഫുൾ ടോൺ അവിടെ ഉണ്ട്. നീ അടുത്ത ജനറേഷനോട് വചനം പറഞ്ഞു കൊടുക്കും എന്നല്ല പറഞ്ഞേ. You will declare to the next generation the praise of God എന്നാണ് എഴുതിയേക്കുന്നത്. നീ അടുത്ത ജനറേഷൻ ദൈവത്തിന്റെ സ്തുതിയെ വർണ്ണിക്കും. സ്വത്രം. ശിവസംഭാഷന്റെ ഒരു കാര്യം പറയുന്നുണ്ട്. എല്ലായിടത്തൊക്കെ ഇങ്ങനെ പ്രസംഗിക്കാനൊക്കെ പോകുമ്പോഴേ ചിലരെന്നോട് പറയും, ഈ പിള്ളേരോട് ശരിക്കും പറഞ്ഞേച്ചു വേണം പോകാൻ. എനിക്ക് ആദ്യമേ തോന്നുന്നത് എന്നാണെന്നറിയാം, എന്നോട് ഈ പറഞ്ഞ കുട്ടിയോട് ആദ്യം പറയട്ടെ, എന്നിട്ടല്ലേ പിള്ളേരോട് പറയുന്നത്. ഉപവാസപ്രാർത്ഥന നടത്തുമ്പോൾ എന്നോട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പൊന്നു പാസ്റ്ററെ, ഈ പിള്ളേരെന്ന് അഭിഷേകം പ്രാപിച്ചാൽ മതിയായിരുന്നു. എൻ്റെ ചോദ്യം, ബ്രദർ പ്രാപിച്ചോ? സ്വന്തം. ഇതാണ് നമ്മുടെ പരിപാടി. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ യു വിൽ ഡിക്ലെയർ ടു ദ നെക്സ്റ്റ് ജനറേഷൻ ദ പ്രൈസ് ഓഫ് ഗോഡ്. ഇഷ്ടപ്പെടുകയെന്ന് എനിക്കറിയാം, എന്നാലും ഞാനെന്ന് പറയുക, നീ ദൈവത്തെ ലജ്ജ കൂടാതെ ആരാധിച്ചാലേ നിന്റെ മക്കൾ ദൈവത്തെ ആരാധിക്കത്തുള്ളൂ. നീ ആരാധനയ്ക്ക് വന്നാലേ നിന്റെ മക്കൾ ആരാധനയ്ക്ക് വരത്തുള്ളൂ. നീ വന്ന് ഇതിനകത്ത് ഇരുന്നാലേ നിന്റെ മക്കൾ ഇതിനകത്ത് ഇരിക്കത്തുള്ളൂ. നീ ദൈവദാസന്മാരോട് ബഹുമാനം കാണിച്ചാലേ നിന്റെ മക്കൾ ദൈവദാസന്മാരോട് ബഹുമാനം കാണിക്കുള്ളൂ. ഹല്ലേലൂയ. കാശ് കൊടുക്കുന്നതല്ല പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം, ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നത്. അതാ പറഞ്ഞത്, ഇംഗ്ലീഷ് അറിയത്തില്ലായിരുന്നു, ഡിഗ്രി അറിയത്തില്ലായിരുന്നെങ്കിലും ദൈവത്തെ ഭയപ്പെടുന്ന എങ്ങനെയാന്നൊക്കെ നമ്മുടെ മാതാപിതാക്കൾ കാണിച്ചത് കൊണ്ടാ ഇന്നും നമുക്കൊരു ദൈവഭയം ഉള്ളത്. ഒരാരാധന പോലും മുടക്കുമ്പോൾ അത് ഹൃദയത്തെ ഇന്നും വൃത്തി ചെയ്യുന്നത് നമ്മൾ വളർന്നു വന്ന ശീലം കൊണ്ടാ. ജനറേഷൻ ടു ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കണ്ടിന്യൂറ്റി ഓഫ് സ്പിരിച്വൽ ലെഗസി. വേഗത്തെ നിർത്താം. നമ്പർ 2, അടുത്ത ജനറേഷനിലേക്ക് വരികയാണ്. അത് അബ്രഹാമിന്റെ ജനറേഷനാണ്. The birth of Israel. Abraham and a generation of faith. First one was a generation of obedience. Secondly, Abraham and a generation of faith. ഒരു ഫീലിംഗ് ഇൻ Genesis chapter 12. ജനസിസ് അവൻ ഊരിൽ സിറ്റിയിൽ താമസിച്ചു കൊണ്ടിരുന്നപ്പോൾ a rich man with all സകല പ്രൊവിഷൻസ് ഉള്ള ഒരു മനുഷ്യൻ 75-ാമത്തെ വയസ്സിലാണ് ദൈവശബ്ദം കേട്ടത്. നമ്മളൊക്കെ മൂവ് ചെയ്യുന്നത് ഒരു ഫീലിങ്ങിലൊക്കെ മൂവ് ചെയ്യുക. ഇവിടുന്ന് അവിടെ പോയ വെതർ നല്ലത് ഏതാണ് മൂവ് ചെയ്യുക. അങ്ങനെയല്ല അബ്രഹാം മൂവ് ചെയ്തത്. അബ്രഹാം മൂവ് ചെയ്യുന്നത് ദൈവശബ്ദം കേട്ടിട്ടാണ്, അല്ലേ?
അബ്രഹാം ഒരു ബെറ്റർ ലൈഫിന് വേണ്ടിയിട്ട്, ബെറ്റർ വെതറിന് വേണ്ടി മൂവ് ചെയ്തതല്ല. ഞാൻ ഒരു കാര്യം പറയാം, ദൈവശബ്ദം കേൾക്കാതെ മൂവ് ചെയ്യുന്നതിൽ നല്ലത് 75 വർഷം വരെ കാത്തിരിക്കണമെങ്കിലും ദൈവശബ്ദം കേട്ടിട്ട് മൂവ് ചെയ്യുന്നതാണ്. സ്വന്തം വെറുതെ ഒരു ഫീലിങ്ങിന്റെ പുറത്ത് മൂവ് ചെയ്യുന്നതിലും നല്ലത് ദൈവ ശബ്ദം കേട്ടിട്ട് മൂവ് ചെയ്യുന്നത്. 75-ാമത്തെ വയസ്സിൽ അവൻ ദൈവശബ്ദം കേട്ടു. ദൈവത്തിന് അവനെ കുറിച്ചൊരു പർപ്പസ് ഉണ്ടായിരുന്നു. ഞാനത് ചോദിക്കട്ടെ പ്രിയരെ, അവന്റെ വിശ്വാസത്തിൽ അവൻ കാലെടുത്ത് വെച്ചത്. നമുക്കിന്ന് വിശ്വാസ എക്സസൈസ് ചെയ്യേണ്ട അധികം മേഖലകളില്ല. ഞാൻ പലപ്പോഴും സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ പാമ്പ് കടി ഒരു കാലത്ത് സ്ഥിരം സംഭവമായിരുന്നു. ഞങ്ങൾ കുടുംബമായ വിശ്വാസത്തിലേക്ക് വന്നത് ഒരു വിഷപ്പാമ്പ് കടിച്ച് എൻ്റെ അമ്മച്ചിക്ക് അത്ഭുത രോഗസൗഖ്യം ഉണ്ടായിട്ട് മരിക്കാൻ ആൾക്കാർ വിട്ടിട്ട് പോയതാ. എന്നാൽ ദേവദാസന്മാർ കയറി പ്രാർത്ഥിച്ച് അത്ഭുത രോഗസൗഖ്യം വന്ന എൻ്റെ കുടുംബ വിശ്വാസത്തിലേക്ക് വന്നത്. പിന്നെ എൻ്റെ പെങ്ങളെ തുടരപ്പാമ്പ് കടിയായിരുന്നു. ഇന്ന് അവൾ കർത്താവിന് വേണ്ടി ശക്തമായ വചനം പറയുന്ന ആളാ. ഞാൻ ഓർക്കുന്നുണ്ട്, തുടരപ്പാമ്പ് കടിയായിരുന്നു. അന്നത്തെ ഒരു രോഗം വന്നാൽ ഒരു വാഹനം കിട്ടണമെങ്കിൽ തന്നെ എപ്പോഴാ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴത്തേനും അല്ലെങ്കിൽ മരിക്കേണ്ട സാഹചര്യങ്ങളാ. പക്ഷെ അന്ന് കൂടാരത്തിൽ ദൈവകൃപയിൽ ആശ്രയിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യം വെളിപ്പെടുമായിരുന്നു, ദൈവപ്രവൃത്തി വെളിപ്പെടുമായിരുന്നു. ഇന്ന് ഇൻഷുറൻസ് ഉള്ള നമുക്ക്, കാശുള്ള നമുക്ക്, പ്രൊവിഷനുള്ള നമുക്ക് വിശ്വാസത്തിന്റെ പ്രസക്തിയല്ല. എന്നാൽ ഇസ്രായേൽ തുടങ്ങിയത് ഒരു വിശ്വാസത്തിന്റെ പേരിലാണ്. അവൻ എല്ലാം കിട്ടുമെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചതല്ല, എല്ലാം വിട്ടിറങ്ങി തിരിച്ചതാ. അന്ന് അബ്രഹാം യെസ് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്നൊരു ഇസ്രായേൽ ഇല്ലായിരുന്നു. ഉണ്ടോ? അന്ന് അബ്രഹാം യെസ് പറഞ്ഞില്ലായിരുന്നു, ഇന്നൊരു ഇസ്രായേൽ ഇല്ലായിരുന്നു. അന്ന് വില്യം കയറി യെസ് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ജോൺസൺ സാറെ, ഞങ്ങൾ സൺഡേ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചവരാ, ജോൺസൺ സാറെ ഇന്ന് ബൈബിൾ നമ്മുടെ കയ്യിൽ ഇല്ലായിരുന്നു. പലരും യേശു പറഞ്ഞത് കൊണ്ടാ ഇന്ന് രാത്രി നാം ഇവിടെ ഇരിക്കുന്നത്. വിശ്വാസത്തിന് വേണ്ടി യേശു പറയുന്ന ഒരു ജനറേഷൻ ഉണ്ടാകണം. അബ്രഹാമിന്റെ പാഠം Abraham's generation. അബ്രഹാമിന്റെ ഒരു തലമുറയിൽ ഇസ്രായേല്. ഇന്ന് ഞാൻ പൊളിറ്റിക്സിലേക്കൊന്നും പോകുന്നില്ല കേട്ടോ, പക്ഷെ ഈ പുസ്തകം പറയുന്നത് ഞാൻ വിളിച്ചു പറയാ. ഇസ്രായേലിന്റെ മേൽ ദൈവത്തിന്റെ ഒരു കരമുണ്ട്, ദൈവത്തിന്റെ ഒരു ഫേവറുണ്ട്. അത്രയും പറഞ്ഞ് ഞാനതൊന്ന് നിർത്തുക. വിശ്വാസത്തിൽ തുടങ്ങിയ യാത്രയായിരുന്നു. ഹല്ലേലൂയ. നമ്മുടെ പലരുടെയും യാത്ര അങ്ങനെയാ തുടങ്ങിയത്. ഞാൻ നിർത്തണം. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഓരോ ജനറേഷൻ കഴിയുമ്പോഴും നമുക്കറിയാം ദൈവം ആ ജനറേഷനെ തെരഞ്ഞെടുത്തു. ഇന്നലെ ഇവിടെ പങ്കുവെച്ചതാണ്. അവരോട് പല പ്രാവശ്യം പറഞ്ഞു ഡ്യൂട്രോണമിയിലൊക്കെ, നിന്റെ മെച്ചം കൊണ്ടല്ല ഞാൻ നിന്നെ തെരഞ്ഞെടുത്തത്, എൻ്റെ കരുണ കൊണ്ടാണ് ഞാൻ നിന്നെ തെരഞ്ഞെടുത്തത്. അവരെ ഇടയ്ക്കെല്ലാം റിമൈൻഡ് ചെയ്യും. അവരുടെ യാത്ര ഇങ്ങനെ തുടരുകയല്ലേ. മോശയുടെ കാലമൊക്കെ വന്നല്ലോ. ആദ്യമേ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. അവരോട് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് ഒരു ലാൻഡ് തരാമെന്ന് പറഞ്ഞാൽ വിട്ടത്. ഒരു നേഷനെ പിടിച്ചു നിർത്തുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതുകൊണ്ടാണ് അവർ അക്കരെ നാട്ടിലേക്ക് പോകാൻ യാത്ര തുടങ്ങിയപ്പോൾ സീനായുടെ ചുവട്ടിൽ കൊണ്ട് ഇരുത്തി അവരെ നിരനിരയായി ഇരുത്തി മലമേൽ ദൈവതേജസ് ഇറങ്ങി വന്ന് ലക്ഷം ദൂതഗണങ്ങൾ ഇറങ്ങി വന്ന് അവർക്ക് ന്യായപ്രമാണം കൊടുത്തിട്ട് അടുത്ത 1500 വർഷം ജീവിക്കാനുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ അവരുടെ കയ്യിൽ വചനത്തിന്റെ രൂപത്തിൽ കൊടുത്ത് ദൈവം അവരെ നയിക്കാൻ കാരണം ദൈവത്തിന് അവരെ കുറിച്ചൊരു പർപ്പസ് ഉള്ളത് കൊണ്ടാണ്. അവർ റിബല്യസ് ആയപ്പോഴും, അവർ സ്റ്റിഫ് നെക്ഡ് ആയപ്പോഴും, അവർ തിരിഞ്ഞു പോയപ്പോഴും, അവർ പിറുപിറുത്തപ്പോഴും, അവർ മറുതലിച്ചപ്പോഴും അവരെ കൈവിടാതിരുന്നത് വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനായത് കൊണ്ടാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരോട് ഒരു ദൂത് പറയുക. ദൈവം ഒരുവനെ വിളിച്ചാൽ വഴിയിലിട്ടിട്ട് പോകുന്നവനല്ല. അവൻ ഒരുവന്റെ മേൽ പദ്ധതി തുടങ്ങിയാൽ പാതി വഴിയിൽ നിർത്തുന്നവനല്ല. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്കൊരു പ്രതീക്ഷയുണ്ട്. എന്നെ കുറിച്ചും എന്റെ തലമുറയെ കുറിച്ചും ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. സ്തോത്രം. നമ്മള് പിന്നീട് പ്രവാചകന്മാരുടെ കാലമെല്ലാം വരുമ്പോ നിവൃത്തിയില്ലാത്തത് കൊണ്ടല്ല തമ്പുരാൻ അവരെ പ്രവാസത്തിൽ വിട്ടത്. നിവൃത്തിയില്ലാത്തത് കൊണ്ടല്ലേ. എന്നിട്ടും ആ പ്രവാസത്തിനും പുറകെ പ്രവാചകന്മാരെ അയച്ചില്ലേ? എന്തിന്? പ്രവാസത്തിലും പ്രവാചകന്മാരെ അയച്ചില്ലേ? ശിക്ഷിച്ച് വിട്ടിടത്തും പ്രവാചകന്മാരെ അയച്ചില്ലേ? അവരുടെ ഇടയിൽ പോയി താമസിച്ചില്ലേ? എസ്കേലും പറ്റൂ. ദൂരെ നിന്ന് കരഞ്ഞില്ലേ ഇരമ്യാവ്? എന്തിന്? ദൈവത്തിന്റെ കരുണ. ഇന്ന് രാത്രി പറ, ദൈവത്തിന്റെ കരുണ. അല്ലെങ്കിൽ അതുകൊണ്ട് ഞാനൊരു പ്രതീക്ഷ വിളിച്ചു പറയാം. ബാല്യത്തിൽ വിളിച്ചു വേർതിരിച്ച
ഈ പെന്തക്കോസ്റ്റ് മൂവ്മെന്റ് തുടങ്ങാൻ കരുണ ചെയ്ത ദൈവം ഈ ദൈവം തന്നെയാണ്. അതുകൊണ്ട് നമ്മളെ പകുതി വഴിക്ക് വിട്ടിട്ട് പോകത്തില്ല. ഇന്ന് രാത്രി ധൈര്യത്തോടെ പറ, എന്റെ മുൻ തലമുറയെ നടത്തിയ ദൈവം, എന്റെ തലമുറയെ നടത്തിയ ദൈവം ഇസ്രായേലിനോട് കരുണ കാണിച്ചതുപോലെ എന്റെ ജനറേഷനോടും ദൈവം ഒരു കരുണ കാണിക്കും എന്നും. ഈ ജനറേഷൻ ലാസ്റ്റ് ചിന്ത അന്ന് സമീപിയുണ്ട്, പക്ഷേ ഞാൻ നിർത്തുക. മൂന്നാമത്തെ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് അബ്രഹാമിന്റെ ജനറേഷനെ പറ്റി പറഞ്ഞു. മൂന്നാമത്തെ ജനറേഷനെ a new generation called church. പറഞ്ഞാട്ടെ, a new generation called church. ഇസ്രായേലിനെ ഒരു സമയത്തേക്ക് മാറ്റും. എസ്കറ്റോളജിക്കലിലേക്കൊന്നും പോകുന്നില്ല. ഇസ്രായേലിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ഒന്നും കഴിഞ്ഞിട്ടില്ല. അത് മനസ്സിലാക്കിയിട്ട് വേണം ഇസ്രായേലിനെ പറ്റി ഇപ്പൊ സംസാരിക്കാൻ. ഒരു സമയത്തെ ഒരു ടൈം ഗ്യാപ്പിലേക്ക് അവരുടെ മേലുള്ള പരിപാടി ഒന്ന് നിർത്തിവെച്ചേക്കുക. ദൈവം തിരിച്ചു വരും. ജാതികളുടെ സംഖ്യ എല്ലാം തികഞ്ഞ് നമ്മെ കുറിച്ചുള്ള പദ്ധതി നിവർത്തിച്ചു കഴിയുമ്പോൾ ദൈവം തന്റെ ജനമായ ഇസ്രായേലിലേക്ക് മടങ്ങി വരും. എന്നാൽ അതിന്റെ ഇടയ്ക്ക് അവൻ അവർക്കുള്ള തിരഞ്ഞെടുത്തു. അതിന്റെ വ്യക്തമായ ധാരണകൾ തിരുവചനത്തിൽ മുൻകൂട്ടി പ്രവചനത്തിൽ പറഞ്ഞതാണ്. നമുക്ക് യെശയ്യാവ് 2:2 മുതൽ 4 വരെ, യിരെമ്യാ 31, 33, 34 പറയുകയാണ്, ഞാൻ എന്റെ സ്ട്രാറ്റജി ഒന്ന് മാറ്റാൻ പോവുക. ഇതുവരെ വർണ്ണശബളമായ ടെമ്പിളുകൾ ഉണ്ടായിരുന്നു, അത് പ്രവാസകാലത്ത് തകർക്കപ്പെട്ടു പോയി. ഇനി ഒരു പുതിയ കെട്ടിടം ഞാൻ തിരഞ്ഞെടുക്കുകയാണ്. അത് ഇഷ്ടികയും സിമെന്റും വെച്ചുള്ള ഒരു കെട്ടിടമല്ല, അത് നമ്മുടെ ശരീരമാകുന്ന ഒരു കെട്ടിടമാണ്. ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ്, ഇതിനു മുമ്പ് എഴുതിയത് കൽപ്പനകളിലാണെങ്കിൽ ഇനി മാംസളമായ ഹൃദയത്തിൽ ഞാൻ എൻ്റെ കമനന്റ് എഴുതാൻ പോവുക. ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ശക്തി വല്ലപ്പോഴും മോശയുടെ മേലും ദാവീദിന്റെ മേലും വന്നു പോകുന്ന ശക്തിയായിരുന്നെങ്കിൽ ഇനി ഈ കൂട്ടത്തിലുള്ള സകലരുടെ മേലും ഞാൻ ഈ ആത്മശക്തി പകരാൻ പോവുകയാണ്. Then I'm creating a new generation. ആ ജനറേഷന്റെ പേര് ക്രിസ്തുവിന്റെ സഭ. അവിടെയും അപ്പോസ്തലൻ പൗലോസ് തിമോഥെയോസിനോട് പറയും, മോനെ, നിന്നെ കുറിച്ചുള്ള ഒരു പദ്ധതി, അനേക സാക്ഷികളുടെ മുമ്പാകെ നീ കേട്ടതെല്ലാം മറ്റുള്ള മനുഷ്യരെ ഫലമേൽപ്പിക്കുക. നിന്റെ ജീവിതം ഇവിടെ കഴിഞ്ഞേച്ചു പോകുമ്പോൾ ബാങ്കിൽ എത്ര കാശുണ്ടെന്നൊന്നുമല്ല വലിയ കാര്യം. അഥവാ ഒരു നല്ല കട്ടിലേക്ക് കിടന്ന് മക്കളെ ചുറ്റും നിർത്തി മരിക്കാൻ ഭാഗ്യം കിട്ടിയാൽ, അമേരിക്കയിലുള്ള സാധ്യത കുറവാണ്, സ്വത്രം, അഥവാ അതിനുള്ള ഭാഗ്യം കിട്ടിയാൽ നമ്മുടെ ചുറ്റും നിൽക്കുന്ന മക്കൾ പറയണം, അപ്പം കൈമാറി തന്ന വിശ്വാസത്തിൽ ഞാൻ നിലനിൽക്കും, ആ ദൈവത്തിന് വേണ്ടി ഞാൻ ജീവിക്കും. അല്ലേ? അതുകൊണ്ടല്ല തിമോഥെയോസിനോട് പറഞ്ഞു, മോനെ, നിന്റെ വല്യമ്മയിൽ വിശ്വാസം ഉണ്ടായിരുന്നു, നിന്റെ അമ്മയിലും വിശ്വാസം ഉണ്ടായിരുന്നു, നിനക്ക് ഉണ്ടെന്ന എന്റെ പ്രതീക്ഷ. അതുകൊണ്ട് നിന്നിലുള്ള കൃപാവരം നീ ജ്വലിപ്പിക്കണം. ലജ്ജ കൂടാതെ വചനം നീ വിളിച്ചു പറയണം. അനേക സാക്ഷികളുടെ ഇടയിൽ നീ കേട്ടത് മറ്റുള്ളവരെ ഫലമേൽപ്പിക്കണം. ഒരു മിനിറ്റ് തരണം. ദൈവം എന്നോട് പറഞ്ഞു, വാട്ട് ക്യാൻ വി ഡു ഫോർ അവർ ജനറേഷൻ? 2 കാര്യം പറഞ്ഞാട്ടെ. 2 കാര്യം. ഒന്ന്, ആവർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട്, നീ വചനം നിന്റെ മക്കളോട് പറയണം. പല പാസ്റ്റർമാരോട് ഇരിപ്പുണ്ട്, ഞാൻ ഈ ചർച്ചിൽ എപ്പോഴും പറയുന്നതാണ്. ഇനി ഈ ആരാധനയും പാട്ടും 1 മണിക്കൂർ ചാടുവോ ആടുവോ നൃത്തം ചെയ്യുകയോ ഒക്കെ ചെയ്തു എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ്. എന്നുവെച്ചാൽ 10 മിനിറ്റ് പ്രസംഗം ഒതുക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിലും ഏറ്റവും അധികം സമയം ഒരു സമയം വചന ശുശ്രൂഷയ്ക്ക് വേണം. വേറെ സ്വതന്ത്രം പറഞ്ഞ് മനസ്സിലായി? എന്തെല്ലാം പ്രോഗ്രാം ഉണ്ടെങ്കിലും എന്തെല്ലാം ആക്ടിവിറ്റി ഉണ്ടെങ്കിലും ഒരു ചർച്ചിൽ ഏറ്റവും അധികം സമയം വേർതിരിക്കുന്ന വചന ശുശ്രൂഷയ്ക്കായിരിക്കണം. ഇതേ ജനത്തെ പണിയത്തുള്ളൂ. നമ്മൾ വിചാരിക്കും പിള്ളേരൊന്നും ഇത് കേൾക്കുന്നില്ല. നല്ല സോണി സാറേ, ഇതൊക്കെ ഇതിന്റെ അകത്ത് കയറുന്നുണ്ട്. കാര്യം ഇത് ചുറ്റിക പോലുള്ള ദൈവവചനവാ. ഇടിക്കാനും പൊളിക്കാനും പണിയാനും അല്ല രൂപാന്തരം വരുത്താനും ഒക്കെ ദൈവത്തിന്റെ വചനത്തിന് കഴിയും. 2, അഭിഷേകം കൈമാറുന്നു. എല്ലാവരും പറ അഭിഷേകം. ഒരു വിധവയായ പെൺകൊച്ചുണ്ടായിരുന്നു. ആ പെൺകൊച്ചെന്ന ഭർത്താവ് മരിച്ചുപോയി, കടഭാരത്തിലായി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സ്റ്റീവൻ പാസ്റ്റർ അന്നത്തെ നാട്ടു നടപ്പ്, കടം കൊടുത്ത് വീട്ടാൻ പറ്റത്തില്ലെങ്കിൽ കടക്കാർ വന്ന് ആ പിള്ളേരെ പിടിച്ചുകൊണ്ട് പോകും. എന്ന് വെച്ചാൽ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് എന്ന് കടം വീട്ടാവോ അതുവരെ അധ്വാനിച്ചു വേണം. ഇവിടെ എന്നാ ചെയ്യാനാ? ഭർത്താവ് പോയി, പിള്ളേരെ കൂടെ പിടിച്ചോണ്ട് പോവുക.
ഞാനൊരു ദൂത് പറയാ, നമ്മുടെ പിള്ളേരെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു പവർ വ്യാപരിക്കുന്നുണ്ട്. മനസ്സിലാകുന്ന ഒരു സ്വപ്നം പറ. വലിച്ചെഴച്ചുകൊണ്ട് പോകാൻ ഒരു പവർ വ്യാപരിക്കുന്നുണ്ട്. ഇവളോട് ഇവള് പറഞ്ഞു, ആകെ എനിക്കുള്ളത് എന്നാണെന്ന് അറിയാമോ? ആ മൂലയിൽ ഒരു അല്പ എണ്ണയുണ്ട്. എല്ലാവരും ഒരു അല്പ എണ്ണയുണ്ട്. പഴയ പോലെ വ്യാഖ്യാനം നമുക്കില്ല, പഴയ പോലെ പ്രവചനം നമുക്കില്ല, പഴയ പോലെ അല്ലേലിയ രോഗശാന്തികളൊന്നും നമ്മുടെ ഇടയിലില്ല, പഴയ പോലെ ഭൂതം വിട്ടു പോകുന്നില്ല. പക്ഷേ ഞാൻ ഇന്നും ധൈര്യത്തോടെ ഒരല്പ എണ്ണ ഇവിടെയുണ്ട്, ഒരല്പ എണ്ണ ബാക്കിയുണ്ട്, നമ്മുടെ മേൽ ഒരല്പ എണ്ണ ബാക്കിയുണ്ട്. അകത്തിരുന്ന് പ്രാർത്ഥിച്ചാൽ ആ എണ്ണ വർദ്ധിക്കാൻ ഇടയാകും. പിടിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞ് വാതിൽ നിൽക്കുന്ന അന്ധകാര ശക്തിയെ തടയുക. നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന് കഴിയും. വെറുതെ അല്ല അന്യഭാഷ പറയുന്നത്, വെറുതെ അല്ല ആത്മാവിൽ ആരാധിക്കുന്നത്, വെറുതെ അല്ല ദൈവത്തെ സ്തുതിക്കുന്നത്. അത് തലമുറയെ പിടിച്ചുകൊണ്ട് പോകുന്നത്. വാതിലെട്ടി നിൽക്കുന്ന അന്ധകാര ശക്തിയെ തടയാൻ കഴിയുന്നത് ഒന്നേ ഉള്ളൂ, അത് ആത്മശക്തിയുടെ വ്യാപാരമാണ്. കോൺഫറൻസുകാരോട് ഒരു റിക്വസ്റ്റ്, എന്തെല്ലാം പ്രോഗ്രാം നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെന്ന് അറിയത്തില്ല, പക്ഷെ നല്ല അന്യഭാഷയിൽ ആരാധിക്കുന്ന കോൺഫറൻസ് ആയിരിക്കും. ഇത് പെന്തക്കോസ് ആണെന്ന് നമുക്ക് തോന്നണം. ഇത് പെന്തക്കോസ് ആണെന്ന് തോന്നണം. ഹല്ലേലൂയ. അഭിഷേകം ചിലതിനെ തകർക്കുന്നതാണ്. ആ അഭിഷേകം കൈമാറാൻ ഒരു തലമുറയിൽ നിന്ന് മറ്റു തലമുറയിലേക്ക് ദൈവം കൃപ ചെയ്യട്ടെ. എല്ലാവർക്കും വന്ദനം. താങ്ക് യു.